Entrance Physics 82. Questions from specific heats of gases. First one. 1 mole of an ideal gas undergoes isothermal expansion to double the volume at temperature 300 Kelvin. Then A. 208 into capital R, 208 into capital R, joule of work is done on the gas. B. The gas absorbs 208 R joule of heat. B. The gas absorbs C. The gas performs work during using its internal energy. D. The gas absorbs 208 R joule of heat and performs the same amount of work. Isothermal processന്റെ ഒരു പ്രത്യേകത internal energy ചേഞ്ച് ചെയ്യില്ല. കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ടെമ്പറേച്ചറിൻ്റെ ഒരു മെഷറാണ് ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ ഇൻറ്റേർണൽ എനർജിക്ക് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കൊടുക്കുന്ന ഹീറ്റ് മുഴുവൻ വർക്കായിട്ട് മാറും. അത് മനസ്സിലിരിക്കണം. ഇനി ഐസോതെർമൽ പ്രോസസ്സ് അല്ലെ വർക്ക് എന്ന് പറഞ്ഞാൽ RT log V2/V1 ഈക്വൽസ് R ഇൻറ്റു T 300 Kelvin ആണെന്ന് പറയുന്നുണ്ട് ഇൻറ്റു ലോഗ് ഡബിൾ വോളിയം ഡബിൾ ആക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ V2/V1 ഈസ് 2. അപ്പോൾ ചോദിക്കുന്നത് ലോഗ് 2 നാച്ചുറൽ ലോഗരിതം ഓഫ് 2 ദാറ്റ് ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് R ഇൻറ്റു 300 ഇൻറ്റു നാച്ചുറൽ ലോഗരിതം ഓഫ് 2 ഈസ് നിയർലി 0.6932 ആണ്. അപ്പോൾ ഇവിടെ ഇവിടുത്തെ ആൻസേഴ്സ് അനുസരിച്ച് 0.69 എടുത്താൽ മതി. അപ്പോൾ 0.69. സോ ആൻസർ ഈസ് 208 R ജൂൾ. ഇത്രയും വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പറ്റിയ ചോയ്സ് ഏതായാലും ശരിയല്ല. കാരണം 208 R ജൂൾ ഓഫ് ഹീറ്റ് ഈസ് ഡൺ, ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഓൺ ദി ഗ്യാസ് എന്നാണ്. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഗ്യാസാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തള്ളിക്കളയാം. Gas absorbs 208 R joule of heat. ഇവിടെ ചോയ്സ് ഡി ആ ശരി. ദി ഗ്യാസ് അബ്സോർബ്സ് 208 R joule of heat and performs the same amount of work. ഈ വലിച്ചെടുക്കുന്ന ഹീറ്റ് മുഴുവൻ വർക്കാക്കി മാറ്റും. ഹീറ്റ് മുഴുവൻ വർക്കാക്കുന്ന ഒരു പ്രോസസ്സേ ഉള്ളൂ. അത് ഐസോതെർമൽ പ്രോസസ്സാണ്. Another one. 1 mole of oxygen is heated at constant pressure, initial temperature being 0 degrees Celsius. Heat added to the gas to double its volume. A. 546 into Cp. B. 273 into Cp. C. 546 into capital R. D. 273 into capital R. ഇവിടെ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഐസോബാറിക് പ്രോസസ്സാണ്. ഐസോബാറിക് പ്രോസസ്സാണ് ഗ്യാസ് ഇക്വേഷൻ V/T is a constant എന്നാണ്. or V1/T1 equals V2/T2. Therefore final temperature T2 equals T1 into V2/V1. T1 0 degree Celsius ആണെന്ന് പറയുന്നുണ്ട്. അത് കെൽവിൻ ആക്കുമ്പോൾ 273 ഇൻറ്റു വോളിയം ഡബിൾ ആക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ V2/V1 ഈസ് 2. ദാറ്റ് ഈസ് 546. അപ്പോൾ ഫൈനൽ ടെമ്പറേച്ചർ 546 ആണ്. എങ്കിൽ ഐസോബാറിക് പ്രോസസ്സാണ്. അപ്പോൾ വലിച്ചെടുത്ത ഹീറ്റ് ഡെൽറ്റ Q ഈക്വൽസ് MC ഇൻറ്റു ഡെൽറ്റ T. M1 മോളാണ്. അപ്പോൾ 1 ഇൻറ്റു Cp എടുക്കേണ്ട സ്പെസിഫിക് ഹീറ്റായി കോൺസ്റ്റൻറ്റ് പ്രഷറാണ് ഇൻറ്റു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ T2 - T1.
or that is Cp into T2 is 546 minus 273 or 273 Cp, that is heat absorbed. The choice is B. Choice is B. Another one. Same question. Ippa kanda question thanne. Choose the correct statement. A. The internal energy increases by 273 into Cp. B. Internal energy decreases by 273 Cp. C. Internal energy increases by 546 Cp plus PV, P into V. D. Internal energy increases by 273 Cp minus PV. അവിടെ ഐസോബാറിക്കായിട്ട് വോളിയം ഡബിൾ ആകാൻ വേണ്ടി ഹീറ്റ് ചെയ്യുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ വോളിയം V1 ഈക്വൽസ് V എന്നെടുത്താൽ ഫൈനൽ വോളിയം V2 ഈക്വൽസ് 2V. എങ്കിൽ ഐസോബാറിക് വർക്ക് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയമാണ്. അപ്പോൾ വർക്ക് ഡൺ ഡെൽറ്റ W ഈക്വൽസ് P ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. P കോൺസ്റ്റൻ്റ് ഐസോബാറിക് ആകുമ്പോൾ അപ്പോൾ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം P ഡെൽറ്റ V. ഐസോബാറിക് പ്രോസസ്സിന് നേരിട്ട് ഈ ഫോർമുല ഉപയോഗിക്കാം. പ്രഷർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം, ദറ്റ് ഈസ് P ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1 ആണ്. V2 ഈസ് 2V minus V1 is V. 2V minus V is V. So delta W, work done by the gas, is PdV. In the first law of thermodynamics, heat absorbed, delta Q equals increase in internal energy plus work done. Therefore, delta U, increase in internal, delta U equals, or change in internal energy, delta U equals delta Q minus delta W. ഡെൽറ്റ ക്യൂ മുമ്പേ ചോദ്യത്തിൽ കണ്ട 273 Cp ആയിരുന്നു. മൈനസ് ഡെൽറ്റ W ഈസ് PV ഇപ്പോൾ കിട്ടിയതാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ഇത് പോസിറ്റീവ് നെഗറ്റീവ് എക്സ്പാൻഷൻ ആയതുകൊണ്ട് വർക്ക് ഈസ് ഡൺ ബൈ ദി ഗ്യാസ്. internal energy ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ആൻസർ 273 Cp മൈനസ് PV. അപ്പോൾ ഇവിടുത്തെ ചോയ്സ് internal energy increases by 273 Cp minus PV. That is the answer. Another one. A diatomic gas at 1 atmospheric pressure is suddenly compressed to 1/10 its original volume. Then the resulting pressure A. 10 atmosphere, B. 2.5 atmosphere, C. 25 atmosphere, D. 250 atmosphere. Diatomic molecule, diatomic gas, pressure, initial pressure 1 atmosphere. സഡനായിട്ട് കംപ്രസ് ചെയ്യുന്നതാണ്. സഡൻ കംപ്രഷൻ, സഡൻ ചേഞ്ച് എന്നൊക്കെ കേട്ട അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന അർത്ഥം. അഡയാബാറ്റിക് പ്രോസസ്സ് ആകുമ്പം പ്രഷറും വോളിയം കൂടെയുള്ള ഇക്വേഷൻ P1 V1 raised to gamma equals P2 V2 raised to gamma. Therefore P2 equals P1 into V1 by V2 the whole raised to gamma. That is P1 is 1 atmosphere into V1 by V2 compressed to 1/10 of the volume. അപ്പോൾ V1-ൻ്റെ 10-1 V2. അപ്പോൾ അതായത് V2 ഒന്നെടുത്താൽ V1 10. അപ്പോൾ V1 by V2 എന്ന് പറഞ്ഞാൽ 10.
10 V2 equals V1 by 10. At 10 അങ്ങ് മുകളിൽ പോകും, V1 വെട്ടി പോകും. അപ്പം ചുരുക്കത്തിൽ P1 is 1 atmosphere into V2. V1 by V2 is 10 raised to gamma. Diatomic gas ആകുമ്പോൾ ഗാമ 1.4. ഞാനിതെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ. ഡയറ്റോമിക് മോളിക്യൂള്, ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞ്, ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് സ്പെസിഫിക് ഹീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോസ്റ്റിങ്സിൽ ഇട്ടിട്ടുണ്ട് നേരത്തെ. അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ 1 × 10⁻1.4. 10⁻1.4 ഈസ് 25. അതിപ്പോൾ ഇവിടെ ആൻസർ ഏതായാലും 10⁻1 എന്ന് പറഞ്ഞാൽ 10, 10⁻2 എന്ന് പറഞ്ഞാൽ 100. അപ്പോൾ 10⁻1.4 ഏതായാലും 100നും 10നും ഇടയ്ക്കേ വരത്തുള്ളൂ. ഇവിടുത്തെ ആൻസേഴ്സ് 10 അതല്ല, 2.5 അതുമല്ല, 250 അതുമല്ല. അപ്പോൾ പിന്നെ 25 atmosphere. That is the answer. 25 atmosphere. Choice is C. Another one. An ideal gas expands adiabatically from temperature T1 to temperature T2. Work done by the gas A, CV into T1 minus T2 raised to gamma minus 1. B, CV into T1 minus T2 raised to gamma. C, CV into T1 minus T2. D, gamma CV into T1 minus T2. Adiabatic expansion, temperature T1 to T2 ആയിട്ട് ചേഞ്ച് ചെയ്യുന്നെന്നും പറയുന്നുണ്ട്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അനുസരിച്ച് ΔQ ഈക്വൽസ് ΔU പ്ലസ് ΔW. അഡയാബാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റൊന്നും കൊടുക്കുന്നുമില്ല, ഹീറ്റൊന്നും ഇങ്ങോട്ട് എടുക്കുന്നുമില്ല. ΔQ എപ്പോഴും 0 അഡയാബാറ്റിക് പ്രോസസ്സിൽ. ചുരുക്കത്തിൽ 0 ഈക്വൽസ് ΔU പ്ലസ് ΔW. Therefore ΔW ഈക്വൽസ് മൈനസ് ΔU ഈക്വൽസ് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹീറ്റ്, വലിച്ചെടുത്ത ഹീറ്റാണ്. ഇറ്റ് ഈസ് MC ഇൻറ്റു ΔT. M ഇവിടെ 1 മോളാണ്. 1 മോളെന്ന് തന്നിട്ടില്ലെങ്കിൽ 1 മോളെന്ന് അങ്ങ് എടുക്കാം. അപ്പോൾ CV വേണം എടുക്കാൻ. എപ്പോഴും ഇൻറ്റേർണൽ എനർജി കാണാൻ വേണ്ടി ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ CV ഇടേണ്ടത്. അപ്പോൾ CV, കാരണം വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമ്പോഴേ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നുള്ളൂ ബേസിക്കായിട്ട്. അപ്പോൾ ടെമ്പറേച്ചർ റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹീറ്റ് വലിച്ചെടുത്തിട്ടുണ്ട്, അത് കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ വലിച്ചെടുക്കുന്ന ഹീറ്റിന് തുല്യമായിരിക്കും. ബാക്കിയുള്ള ഹീറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വർക്കും ഒക്കെ ആയിട്ട് മാറിപ്പോകും. അപ്പോൾ CV ഇൻറ്റു T2 ചേഞ്ച് ഇൻ 1 ഇൻറ്റു CV ഇൻറ്റു T2 മൈനസ് T1. ഇപ്പോൾ മൈനസ് ഉണ്ട്, ഈ മൈനസ് ഫലത്തിൽ ഇത് ΔW ഈക്വൽസ് ഈ മൈനസ് അങ്ങ് അകത്തോട് എടുക്കാമല്ലോ. CV ഇൻറ്റു T1 മൈനസ് T2. ദിസ് ഇസ് ദി വർക്ക് ഡൺ ബൈ ദി ഗ്യാസ്. Work done by the gas. The choice is C. Thank you.